ഇംഗ്ലീഷ് മാസ്റ്റർ 2024 എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാനായിട്ട് പോകുന്നത് സൈലന്റ് വേർഡ്സ് ആണ്. അതായത് എൻ്റെ ഒരു സബ്സ്ക്രൈബർ കുട്ടി ഇങ്ങനെ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു സൈലന്റ് വേർഡ്സിനെ പറ്റി ഒരു വീഡിയോ ഇടുവാൻ ചോദിച്ചിട്ട്. ഞാൻ മുമ്പത്തെ ക്ലാസ്സിൽ, അതായത് ഒരു 2-3 months 4 months ബാക്ക് ആണെന്ന് തോന്നുന്നു, ഞാൻ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് സൈലന്റ് വേർഡ്സിനെ പറ്റി. ഏതൊക്കെ വേർഡ്സ് ആണ് വരുന്നതെന്നൊന്നും ഉള്ള വീഡിയോ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇട്ടിട്ടുണ്ട്. ഇന്ന് ഞാൻ കുറച്ച് ഇൻഫർമേഷൻസ് ആണ് നിങ്ങൾക്ക് തരാനായിട്ട് പോകുന്നത്. ഓക്കെ. അപ്പോ ആ കുട്ടി ഇങ്ങനെ ചോദിച്ചത് കൊണ്ട് ഞാൻ ഇപ്പൊ അതിന്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ ചെയ്യാണ്. എന്താന്ന് വെച്ചാൽ ഇപ്പൊ നമുക്ക് ആദ്യം തന്നെ അറിയേണ്ടത് എന്താണ് സൈലന്റ് വേർഡ്സ്, നമ്മൾ എന്തുകൊണ്ടാണ് അതിന് സൈലന്റ് വേർഡ്സ് എന്ന് പറയുന്നത്. ബിക്കോസ് അതൊരു വേർഡ്സ് അല്ല, അതൊരു ലെറ്റർ ആണ്. ഒരു ലെറ്റർ, ഒരു വേർഡിനകത്ത് സൈലന്റ് വരുന്നോണ്ടാണ് നമ്മൾ സൈലന്റ് വേർഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ. എന്തുകൊണ്ട് ആ ലെറ്റർ നമ്മൾ അത് പ്രൊനൗൺസ് ചെയ്യത്തില്ല. നമ്മളിപ്പോ ഒരു ലെറ്റർ പറയുമ്പോഴത്തേക്കും, ഒരു വേർഡ് പറയുമ്പോഴത്തേക്കും അതിൽ നമ്മൾ എല്ലാ വേർഡ്സും നമ്മൾ പ്രൊനൗൺസ് ചെയ്യും. ഓക്കെ. അപ്പോൾ ചില ലെറ്റർ നമുക്ക് ആ വേർഡിന്റെ ഉള്ളിൽ പ്രൊനൗൺസ് ചെയ്യത്തില്ല. അതിനെയാണ് നമ്മൾ സൈലന്റ് വേർഡ്സ് അല്ലെങ്കിൽ സൈലന്റ് ലെറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ അതെന്തുകൊണ്ടാണ് അങ്ങനെ നമ്മൾ പ്രൊനൗൺസ് ചെയ്യാത്തത്? കാരണം വെച്ചാൽ നമ്മൾ എഴുതുമ്പോൾ നമ്മൾ ഈ ലെറ്റർ ഉൾപ്പെടുത്തി മൊത്തം ഫുൾ ആയിട്ടാണ് നമ്മൾ എഴുതുന്നത്. പറയുമ്പോൾ മാത്രമാണ് നമ്മൾ അത് പറയാത്തത്. ഓക്കെ. അപ്പോ അതിനെപ്പറ്റി ഞാൻ ഇപ്പൊ പറയാം. അതായത് സൈലന്റ് ലെറ്റേഴ്സ് ആർ ലെറ്റർ ദാറ്റ് യു കാൺ ഹിയർ. ഞാൻ ഇവിടെ നോട്ട് എഴുതി വെച്ചിട്ടുണ്ട്, അത് റെഫർ ചെയ്യാൻ കേട്ടോ. സൈലന്റ് ലെറ്റേഴ്സ് ആർ ദി ലെറ്റർ ദാറ്റ് യു കാൺ ഹിയർ. അതായത് സൈലന്റ് ലെറ്റർ എന്ന് പറഞ്ഞാൽ നമുക്കത് പ്രൊനൗൺസ് ചെയ്യുമ്പോൾ നമുക്കത് കേൾക്കാൻ പറ്റത്തില്ല, അത് മൊത്തത്തിൽ സൈലന്റ് ആയിരിക്കും. ഓക്കെ. അപ്പൊ അതാണ് നമ്മൾ സൈലന്റ് എന്ന് പറയുന്നത്. പിന്നെ വന്നിട്ട് വെൻ യു സേ ദ വേർഡ്സ് ബട്ട് ദാറ്റ് ആർ വെൻ യു റൈറ്റ് ദി വേർഡ്, അതായത് നമുക്ക് പറയാൻ പറ്റാത്ത ലെറ്റർ ആണെങ്കിൽ നമ്മൾ എഴുതും ആ ലെറ്റർ നമ്മൾ എന്തായാലും എഴുതുമ്പോൾ നമ്മൾ എല്ലാ ലെറ്റേഴ്സും നമ്മൾ എഴുതാറുണ്ട്. പറയുമ്പോഴാണ് നമ്മൾ ഒരു ലെറ്റർ നമ്മൾ സൈലന്റ് ആയിട്ട് വെക്കുന്നത്. ഓക്കെ. അതിനെയാണ് നമ്മൾ സൈലന്റ് വേർഡ്സ് അല്ലെങ്കിൽ ലെറ്റർ എന്ന് പറയുന്നത്. ഓക്കെ. പിന്നെ വൈ ഇറ്റ് ഈസ് കോൾഡ് സൈലന്റ് വേർഡ്സ്, എന്തുകൊണ്ടാണ് നമ്മൾ അതിനെ അങ്ങനെ വിളിക്കുന്നത്, സൈലന്റ് വേർഡ്സ് എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ടാണ്? ഇപ്പൊ പലർക്കും ഉള്ളൊരു സംശയമായിരിക്കും, എന്തുകൊണ്ട് നമ്മൾ ഒരു ലെറ്റർ സൈലന്റ് ആയിട്ട് വെക്കുന്നതും അതെന്തുകൊണ്ടാണ് നമ്മൾ പറയാത്തതും. ഇപ്പൊ നമ്മൾ എഴുതുന്ന പോലെയല്ല നമ്മൾ പറയുന്നത്. പല വേർഡ്സ്, അതായത് നോൺ അല്ലെങ്കിൽ നൈഫ് എന്നൊക്കെ പറയുമ്പോൾ നൈഫിലും കെ ഉണ്ട്, നോയിലും കെ ഉണ്ട്. പക്ഷെ നമ്മൾ ആ കെ സൈലന്റ് ആണ് വരുന്നത്, നമ്മളത് പ്രൊനൗൺസ് ചെയ്യത്തില്ല. നമ്മൾ പറയുമ്പോൾ നൈഫ് എന്ന് പറയും. അവിടെ ഒരു പർട്ടിക്കുലർ ലെറ്റർ വന്നിട്ട് സൈലന്റ് ആണ്, നമ്മൾ ആ ലെറ്റർ നമ്മൾ പ്രൊനൗൺസ് ചെയ്യത്തില്ല. നമ്മളത് എഴുതുമ്പോൾ മാത്രമാണ് KNIFE എന്ന് പറഞ്ഞ് നമ്മൾ എഴുതുക. പറയുമ്പോൾ നമ്മൾ നൈഫ് എന്നാണ് പറയുക. ആ ഉച്ചാരണം, ആ ഒരു കെ നമ്മൾ അവിടെ സൈലന്റ് ആക്കി വെക്കുകയാണ്. അപ്പൊ അത് എന്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ആക്കി വെക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ. അപ്പം സം ലെറ്റർ ആർ സൈലന്റ് ഇൻ ഇംഗ്ലീഷ്. ചില ലെറ്റേഴ്സ് ഒക്കെ ഇംഗ്ലീഷിൽ സൈലന്റ് ആണ്. എന്തുകൊണ്ടാണ് സൈലന്റ് ആണ്? ബിക്കോസ് ദേ ആർ പാർട്ട് ഓഫ് സൗണ്ട് കോമ്പിനേഷൻ. അതായത് സൗണ്ട് നമ്മൾ പറയുമ്പോൾ, ഇപ്പൊ നമ്മളൊരു ലെറ്റർ പറയുക, ഇപ്പൊ നൈറ്റ് എന്ന് പറയുക, അപ്പൊ നമ്മൾ കെ അവിടെ സൈലന്റ് ആണ്. നൈറ്റ് എന്ന് പറയുമ്പോൾ കെ അവിടെ സൈലന്റ് ആണ്. ഓക്കെ. അപ്പൊ നമ്മൾ കെ അതിന് നമ്മൾ പ്രൊനൗൺസ് ചെയ്യത്തില്ല, നമ്മൾ സൈലന്റ് ആക്കി വെക്കുകയാണ്. നമ്മൾ പറയുമ്പോൾ നൈറ്റ് എന്നേ പറയത്തുള്ളൂ. അപ്പോ ആ ഒരു ലെറ്റർ നമുക്ക് എഴുതുമ്പോൾ നമ്മൾ KNIGHT എന്ന് പറഞ്ഞാൽ എഴുതുക, പക്ഷെ പറയുമ്പോൾ നൈറ്റ് എന്ന് പറയും. നമ്മൾ ആ കെ അവിടെ സൈലന്റ് ആക്കി വെക്കുകയാണ്. നമ്മൾ കെ അവിടെ ഉച്ചാരണം പറയുന്നില്ല, നമ്മൾ സൈലന്റ് ആയിട്ട് വരികയാണ്. നമ്മളിപ്പോ എന്തെങ്കിലും ഒരു വേർഡ് പറയുമ്പോൾ ആ ഒരു ലെറ്റർ നമുക്ക് സൈലന്റിലാ വരുന്നത്, അത് നമ്മൾ പറയുമ്പോൾ അത് പ്രൊനൗൺസ് ആയിട്ട് വരുന്നില്ല. ഓക്കെ. അപ്പൊ അത് ബേസിക്കലി അതൊരു സൈലന്റ് ആയതുകൊണ്ടാണ് നമ്മൾ അത് പ്രൊനൗൺസ് ചെയ്യുമ്പോൾ ആ ലെറ്റർ അവിടെ സൈലന്റ് ആയിട്ട് ഇരിക്കുന്നത്. പിന്നെ there are part of sound combination that are so uncommon that English speakers ultimately restrict. അതായത് ഇംഗ്ലീഷ് സംസാരിക്കുന്ന ആൾക്കാര് അത് പൊതുവെ നിർത്തി വെച്ചിരിക്കുകയാണ്, സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ്. എന്ന് വെച്ചാൽ അവര് പ്രൊനൗൺസ് ചെയ്യുമ്പോൾ അവർക്ക് ഉച്ചാരണം, അതായത് ഇപ്പോ നമുക്ക് നൈഫിന് പകരം നൈഫ് അല്ലെങ്കിൽ നോളേജിന് പകരം നോളേജ്, നമുക്ക് ഇങ്ങനെ പറയാനായിട്ട് പറ്റത്തില്ല. അത് കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇപ്പൊ നമ്മൾ എഴുതുമ്പോൾ നമുക്ക് എഴുതാം. ഓക്കെ. ഇപ്പോ ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പൊ നമുക്ക് കേരളത്തിൽ തന്നെ മലയാളം തന്നെ പല ഡിഫറെന്റ് ആയിട്ട് പ്രൊനൗൺസ് ചെയ്യും. ഓക്കെ. ഓരോ സ്ഥലത്ത് നീട്ടി, ചിലത് ഫാസ്റ്റ് ആയിട്ട് പറയുന്നവരുണ്ട്, ചിലത് സ്ലോ ആയിട്ട് പറയുന്നവരുണ്ട്. പല വേർഡ്സും ഡിഫറെന്റ് ആയിട്ട് പ്രൊനൗൺസ് ചെയ്യുന്നവരും ഉണ്ട്. ഓക്കെ. പല നാട്ടിലും പല വേർഡ്സ് പല രീതിയിലാണ് പ്രൊനൗൺസ് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ എഴുതുമ്പോൾ നമ്മൾ അങ്ങനെ അല്ലല്ലോ എഴുതുന്നത്. നമ്മൾ അച്ചടി ഭാഷ, നമുക്ക് എന്താണോ നമുക്കുള്ള ഭാഷ, ലാംഗ്വേജ്,
അതാണ് നമ്മൾ യൂസ് ചെയ്തിട്ട് എഴുതാനായിട്ട് തുടങ്ങുന്നത്. അച്ചടിച്ച പോലെയാണ് നമ്മൾ എഴുതി വെക്കുന്നത്. ഇപ്പൊ എന്താ എന്ന് പറയുമ്പോൾ ചിലർക്ക് എന്തരാ അല്ലെങ്കിൽ എന്തുവാ എന്തുട്ടാ അങ്ങനെയൊക്കെ പക്ഷെ നമ്മൾ അതല്ലല്ലോ നമ്മൾ എഴുതി വെക്കുന്നത്. നമ്മൾ എഴുതുമ്പോൾ അച്ചടിച്ച ഭാഷ അതായത് ലാംഗ്വേജ് അതാണ് നമ്മൾ എഴുതി വെക്കുന്നത്. എന്തുവാ എന്താ എന്ന് ചോദിച്ചിട്ട് കോമൺലി നമ്മൾ എന്തോ പറയുന്നത് അതാണ് നമ്മൾ എഴുതി വെക്കുന്നത്. പറയുമ്പോൾ അങ്ങനെ പല രീതിയിലും ലാംഗ്വേജും ഒക്കെ യൂസ് ചെയ്യും. ഇപ്പൊ തിരുവനന്തപുരത്തായാലും തൃശ്ശൂരായാലും പല നാട്ടിൽ കണ്ണൂരായാലും ഒക്കെ പല രീതിയിലെ ലാംഗ്വേജ് നമ്മൾ പറയുന്നത്. പക്ഷെ നമ്മൾ എഴുതുമ്പോൾ അങ്ങനെയല്ല നമ്മൾ എഴുതുന്നത്. നമ്മൾ അച്ചടി ഉള്ള ഭാഷയാണ് നമ്മൾ എഴുതി വെക്കുന്നത്. അതേപോലെ ഇംഗ്ലീഷിലും നമ്മൾ ചില വേർഡ്സ് ഒക്കെ സൈലന്റ് ആയിട്ട് ഇരിക്കുമെങ്കിലും നമ്മൾ എഴുതുമ്പോൾ നമ്മളത് തന്നെ നമ്മൾ കൃത്യമായിട്ട് നമ്മളത് എഴുതും. ഓക്കെ, അപ്പോൾ അതിനെ നമ്മൾ റെസ്ട്രിക്ട് ചെയ്യുവാണെങ്കിലാണ് അതുകൊണ്ടാണ് നമുക്കത് പ്രൊനൗൺസ് ചെയ്യാനായിട്ട് പറ്റാത്തത്. സോ അപ്പം ഈ സംസാരിക്കുന്നവർക്ക് അത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. എന്ന് വെച്ചാൽ അവർക്കത് പ്രൊനൗൺസ് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ട് അവർ ആ വേർഡ്സിനെ സൈലന്റ് ആക്കി ലെറ്ററിനെ സൈലന്റ് ആക്കി വെച്ചിരിക്കുകയാണ്. അപ്പൊ നമുക്കത് എളുപ്പത്തിൽ പറയാനായിട്ടും നമുക്ക് പറ്റും. ഇപ്പൊ നമ്മൾ നൈഫ്, നോളേജ് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്ക് ആ ഒരു പറയുമ്പോൾ ഒരു ഇംഗ്ലീഷിന് ഒരു സ്റ്റാൻഡേർഡ് തോന്നത്തില്ല. ഇപ്പൊ നൈഫ്, നോളേജ് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്ക് അതിനൊരു സ്റ്റാൻഡേർഡ് തോന്നും. ഓക്കെ, സോ അപ്പൊ അതാണ്. പിന്നെ വന്നിട്ട് ഇംഗ്ലീഷ് ആ സൈലന്റ് ലെറ്റർ ബിക്കോസ് ദ സ്പെല്ലിംഗ് ഓഫ് ദ റിട്ടേൺ ലാംഗ്വേജ്, അതായത് അത് വന്നിട്ട് ലൈക്ക് ക്യൂട്ട് ആണ്. ക്യൂട്ട് മീൻസ് പ്രിറ്റി ആണ്. അപ്പൊ നമ്മൾ എഴുതുമ്പോൾ നമുക്ക് ആ ലെറ്റർ അതായത് ഒരു വേർഡ് എഴുതുമ്പോൾ നമുക്കത് പ്രിറ്റി ആയിട്ട് തോന്നും. പക്ഷെ നമുക്ക് പറയുമ്പോൾ നമുക്കത് പ്രിറ്റി ആയിട്ട് തോന്നത്തില്ല. ഇപ്പൊ നേരത്തെ പറഞ്ഞ നോളേജ്, ഇപ്പൊ നോളേജ് തന്നെ എടുക്കാൻ കേട്ടോ. ഇപ്പൊ നോളേജിന്റെ നമ്മൾ പറയുമ്പോൾ എഴുതുമ്പോ നോളേജ് എന്ന് പറഞ്ഞാൽ എഴുതുന്നത് അപ്പൊ കാണാൻ നല്ല പ്രിറ്റി ആയിട്ടുണ്ടാവും. ഇപ്പൊ നമ്മൾ നോളേജ് എന്ന് പറഞ്ഞ് എഴുതുമ്പോൾ അവിടെ കെ യൂഷ്വലി സൈലന്റ് ആണ്. ഇപ്പൊ നമ്മൾ കെ ഇല്ലാണ്ട് എഴുതുമ്പോൾ അതിന് പ്രിറ്റിനെസ് തോന്നത്തില്ല. ഇപ്പൊ നമ്മൾ കെയും കൂടി ഇടുമ്പോഴാണ് അതിന് പ്രിറ്റിനെസ് തോന്നുക. അതേപോലെ നമ്മളിപ്പോ പറയുമ്പോൾ നമുക്ക് കെ വെച്ചിട്ട് നോളേജ് എന്ന് പറയാൻ പറ്റത്തില്ല. അപ്പൊ അതൊരു ഇതില്ലാത്ത പോലെയാവും. നമുക്കൊരു പ്രിറ്റിനെസ് നമുക്ക് പറയുമ്പോൾ അതൊരു ഇതില്ല. അപ്പൊ നോളേജ് എന്ന് പറയുമ്പോഴാണ് നമുക്കത് കൃത്യമായിട്ട് പറയാനായിട്ട് പറ്റത്തുള്ളൂ. സോ അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ എഴുതുമ്പോഴും പറയുമ്പോഴും ആ ഒരു ഡിഫറൻസ് വരുന്നത്. ഓക്കെ, പിന്നെ വന്നിട്ട് അതായത് ലാംഗ്വേജ് പ്രിറ്റി വെൽ എസ്റ്റാബ്ലിഷ്ഡ് അറൌണ്ട് ദ ടൈം ഷേക്സ്പിയറിന്റെ കാലത്തൊട്ടേ അതെങ്ങനെയാണ് വരുന്നത് എഴുതുമ്പോൾ. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞ പോലെ ഷേക്സ്പിയറിന്റെ കാലം തൊട്ടേ ഇങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ പ്രൊനൗൺസ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് നല്ലൊരു ഡിഫറൻസ് ആണ് വരുന്നത്. അതായത് നമ്മൾ എഴുതുമ്പോൾ വേറെ, പ്രൊനൗൺസ് ചെയ്യുന്നത് വേറെ. എഴുതുമ്പോൾ നമ്മൾ എല്ലാ ലെറ്റേഴ്സും ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ എഴുതുന്നത്. പക്ഷെ പറയുമ്പോൾ നമ്മൾ അതിലൊരു ലെറ്റർ സൈലന്റ് ആയിട്ട് ഇരിക്കും. ഓക്കെ, സോ അതാണ്. ഓക്കെ, പിന്നെ വന്നിട്ട് അറ്റ് ദ ടൈം വെൻ വാസ് സ്പോക്കൺ ലാംഗ്വേജ് സ്റ്റിൽ ഇറ്റ് ട്രാൻസിസ്റ്റ് ഫ്രം മിഡിൽ ഇംഗ്ലീഷ് ടു പറയുമ്പോഴത്തേക്കും മിഡിൽ ടു മോഡേൺ ഇംഗ്ലീഷ് ആയിട്ടാണ് പറയുന്നത്. നമ്മൾ എല്ലാം ഇപ്പൊ സൈലന്റ് ലെറ്റേഴ്സ് ആണെങ്കിൽ സൈലന്റ് ആക്കിയിട്ടാണ് നമ്മൾ പ്രൊനൗൺസ് ചെയ്യുന്നത്. ചില വേർഡ്സിൽ ഇപ്പോ സൈക്കാട്രിക് എന്ന് പറഞ്ഞാൽ അവിടെ പി ഉണ്ട്. പക്ഷെ നമ്മൾ അത് പി എ എഴുതുമ്പോഴാണ് എഴുതുക. നമ്മൾ പറയുമ്പോൾ പറയത്തില്ല, നമ്മൾ സൈക്കാട്രി തന്നെയാണ് പറയുന്നത്. ഓക്കെ, ഇപ്പൊ സുനാമി എന്ന് പറഞ്ഞാൽ അവിടെ ടി ഉണ്ട്. നമുക്ക് ഒരിക്കലും സുനാമിന് ടി വരുമെന്ന് തന്നെ നമുക്ക് അറിയത്തില്ലായിരുന്നു. പക്ഷെ ടി ഉണ്ട് അവിടെ. ടി ഭയങ്കര സൈലന്റ് ആണ്. നമ്മൾ പറയുമ്പോൾ സുനാമി എന്നാണ് പറയുന്നത്. സോ അപ്പോ ഇതാണ് നമ്മൾ നോക്കി ഇന്നത്തെ ക്ലാസ്സിൽ. അപ്പൊ നിങ്ങൾക്ക് ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പൊ ഞാൻ ഇതിന്റെ ഏതൊക്കെ വേർഡ്സ് ആണ് സൈലന്റ് ആയിട്ട് വരുന്നതെന്നുള്ള വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോന്റെ ലിങ്ക് ഞാൻ ഇതിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ആയിട്ടും പിൻ ചെയ്ത് വെച്ചേക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. ഓക്കെ, സോ അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് ഏതൊക്കെ വേർഡ്സ് ആണ് സൈലന്റ് ആയിട്ട് വരുന്നതെന്നാണ് ഞാൻ അതിൽ മെൻഷൻ ചെയ്തിട്ടുള്ളത്. സോ അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. സോ അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഇതുപോലത്തെ എന്തെങ്കിലും ക്ലാസ്സുകൾ ആവശ്യമുണ്ട്, ഇതുപോലെ ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ്സുകൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് സെക്ഷനിൽ മെൻഷൻ ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ ഞാൻ അതിന് നോക്കിയിട്ട് അതുപോലത്തെ ക്ലാസ്സുകളൊക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇനിയും സ്പോക്കൺ ഇംഗ്ലീഷും പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി. നമ്പറും ഞാൻ ഇതുപോലെ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചേക്കാം. അതേപോലെ ഡിസ്ക്രിപ്ഷൻസിലും മെൻഷൻ ചെയ്യാം. ഓക്കെ, അപ്പം ഇത്രയൊക്കെ ഉള്ളൂ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തായിട്ട് കുഞ്ഞി ബെല്ലൈക്കൻ ഉണ്ടാവും, അതും കൂടി എനേബിൾ ചെയ്ത് വെക്കുക. എന്നാൽ മാത്രമേ ഞാൻ ഫ്യൂച്ചർ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. ഓക്കെ, അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് എൻ്റെ അടുത്ത ക്ലാസ് ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ, സീ യു.